കോപ്പെ കോപ്പ അമേരിക്കയാണെന്ന് വിചാരിച്ചോ? നമ്മുടെ രവി സാറ് പറഞ്ഞു തരും എന്താണ് കോപ്പെ. ജസ്റ്റ് അതിൻ്റെ ഒരു പോയിന്റ് പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കിടക്കാം. ഇതാണ് നമ്മൾ വളരെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇതാണ് മതവിശ്വാസം എന്ന് പറയുന്ന അടിസ്ഥാനപരമായി ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് കോപ്പെ, കൊതിപ്പിക്കലും പേടിപ്പിക്കലും. ഈ കൊതിയുടെയും പേടിയുടെയും അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്ന ഒരു മസ്തിഷ്ക നിലപാടാണ് വിശ്വാസം. ഈ കൊതിയും പേടിയും നമ്മളിൽ സഹജമായതുകൊണ്ട് നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി നമ്മളുടെ അതിജീവനത്തിൻ്റെ ഭാഗമായി ഉള്ളതുകൊണ്ട് വിശ്വാസത്തെയും നീക്കം ചെയ്യുക അത്ര എളുപ്പമല്ല. അഥവാ നമ്മുടെ രവി സാറ് പറയുന്നത് മതം കോപ്പയാണ് എന്ന് പറഞ്ഞാൽ മതം കൊതിപ്പിക്കലും പേടിപ്പിക്കലുമാണ്. എന്തിനെ തൊട്ടാണ് പേടിപ്പിക്കുന്നത്? മോനെ നീ കള്ളു കുടിക്കരുത്, പടച്ചവൻ കാണുന്നുണ്ട്. മോനെ നീ വ്യഭിചരിക്കരുത്, പടച്ചവൻ കാണുന്നുണ്ട്. മോനെ നീ അന്യവനെ അകാരണമായി കൊല്ലരുത്, പടച്ചവൻ കാണുന്നുണ്ട്. മോനെ നീ ലഹരി ഉപയോഗിക്കരുത്, പടച്ചവൻ കാണുന്നുണ്ട്. മോനെ നീ മറ്റുള്ളവരെ ആക്രമിക്കരുത്, പടച്ചവൻ കാണുന്നുണ്ട്. മോനെ നീ തിന്മ ചെയ്യരുത്, പടച്ചവൻ കാണുന്നുണ്ട്. ഈ പേടിപ്പിക്കലാണ് മതം. ആ പേടിപ്പിക്കലിൽ നിന്ന് മുക്തമായിട്ട് സ്വതന്ത്രമായി ചിന്തിക്കുക എന്നാണ് രവിസർ അടക്കമുള്ള നാസ്തിക സംഘടനകൾ നമ്മുടെ സമൂഹത്തിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആശയം. അങ്ങനെ രവിസറും കൂട്ടരും നിരന്തരമായി കോപ്പയ്ക്കെതിരെ ഗോളടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ആളുകൾ സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങി. ആ ചിന്തയുടെ എഫക്റ്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. കൊലപാതകം സ്വവർഗ ലൈംഗികതയ്ക്ക് നിർബന്ധിച്ചതിന് പരോളിൽ ഇറങ്ങിയ ചെന്താമര വീണ്ടും ആളെ കൊല്ലാൻ നോക്കുന്നു. ചേറ്റാനിക്കരയിൽ ആൺ സുഹൃത്തിൻ്റെ ക്രൂരമർദ്ദനമേറ്റ് പെൺകുട്ടി മരിച്ചു. താമരശ്ശേരിയിൽ മകൻ ഉമ്മായെ വെട്ടിക്കൊന്നു. അങ്ങനെ ഈ 2 ആഴ്ചകൾ മാത്രം എടുത്തു നോക്കിയാൽ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ കാണുന്ന വാർത്തകൾ നമ്മെ നെട്ടിപ്പിക്കുന്നതാണ്. ലഹരിയുടെ പേരിൽ, ചതിയുടെ പേരിൽ എത്ര കൊലപാതകങ്ങൾ, സ്വന്തം ഉമ്മായെപ്പോലും കൊന്നൊടുക്കുന്ന ജന്മങ്ങൾ. എന്താണ് ഇതിന് കാരണം? രവിചന്ദ്രൻ സി പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കോപ്പെ എടുത്തുപോയിരിക്കുന്നു. കോപ്പെ എന്ന് പറഞ്ഞാൽ പടച്ചവനെ പേടി. അവർ സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങി. ഈ പ്രപഞ്ചം ചെറുതാണ്, ഇതിൽ ഞാൻ ആഹ്ലാദിക്കണം, ഞാൻ സന്തോഷിക്കണം, എൻ്റെ ഇഷ്ടങ്ങൾ എന്താണോ അത് നിറവേറ്റണം, എല്ലാവിധ നിയമങ്ങളിൽ നിന്നും മാറി ഞാൻ സ്വതന്ത്രമായി ചിന്തിക്കണം. ഈ ചിന്തകളാണ് ഈ പറയുന്ന മുഴുവൻ കുറ്റകൃത്യങ്ങളെയും പ്രൊമോട്ട് ചെയ്തത് എന്നതിൽ ഒരു സംശയവുമില്ല. ഞാൻ പറയുന്നത് ഇവരെല്ലാം ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തത് രവിചന്ദ്രൻ സിയുടെ പ്രഭാഷണം കേട്ടതിൻ്റെ പിറ്റേ ദിവസമാണ് എന്നല്ല. അങ്ങനെ പറയാൻ മാത്രം നമ്മൾ അന്തംഗമ്മികളല്ല. പണ്ട് രവി സാർ ഒരു മുസ്ലിം നാമധാരി പട്ടിയെ റോട്ടിലൂടെ വലിച്ചു കൊണ്ടുപോയപ്പോൾ അതവൻ്റെ മതം പറഞ്ഞതാണെന്നും പറഞ്ഞുകൊണ്ട് പോസ്റ്റിട്ട ആളാണ്. നമുക്ക് അത്ര അന്തം കുറവില്ലാത്തതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. എങ്കിലും അവരാകുന്ന നാസ്തിക കുടുംബം ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് കോപ്പയെയാണ്. അഥവാ പടച്ചവനെ പേടിയില്ലാതെ സ്വതന്ത്രമായി ചിന്തിക്കുക. ഈ പറയുന്ന കുറ്റകൃത്യം ചെയ്യുന്നവരെല്ലാം സ്വതന്ത്രമായി ചിന്തിക്കുന്നു. അങ്ങനെ അവർ ലഹരി ഉപയോഗിക്കുന്നു. അങ്ങനെ അവർക്ക് കൊല്ലേണ്ടവരെ കൊല്ലുന്നു. എന്നാൽ കോപ്പെ ചിന്തയിൽ നിന്ന്, പടച്ചവനോടുള്ള പേടിയിൽ നിന്ന് ഒരിക്കലും ഈ ചിന്തകൾ ഉത്ഭവിക്കുന്നില്ല. അതുകൊണ്ട് രവി സാറേ, അപകടമാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന കോപ്പെ.